കേരളത്തിൻ്റെ രാഷ്ട്രീയ ഉള്ളറകളെയും മദ്യനയ ചർച്ചകളെയും ചൂടുപിടിപ്പിച്ചുകൊണ്ട് അണിയറയിൽ ഒരു പുതിയ പുകില് പുകയുകയാണ്. ഒരു വശത്ത് വീര്യം കുറഞ്ഞ മദ്യമെന്ന പ്രലോഭനവുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ, മറുവശത്ത് ഇത് പുതിയൊരു ദുരന്തത്തിലേക്കുള്ള തുടക്കമാണോ എന്നൊരു ചോദ്യം അന്തരീക്ഷത്തിൽ ഉയരുന്നു. അത്തരമൊരു നിർണായക സന്ധിയിലാണ് രാഷ്ട്രീയ കേരളം എപ്പോഴും ഉറ്റുനോക്കുന്ന നേതാവ് കെ മുരളീധരൻ തൻ്റെ കൃത്യമായ നിലപാടുകളുമായി രംഗപ്രവേശം ചെയ്യുന്നത്. മദ്യനിരോധനമെന്ന പ്രഖ്യാപിത ലക്ഷ്യവും പ്രായോഗിക രാഷ്ട്രീയവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഈ പുകമറയ്ക്കുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകാത്തത്. ഈ നീക്കം വെറുമൊരു മദ്യനയമല്ല, മറിച്ച് വലിയൊരു മദ്യദുരന്തം ഒളിഞ്ഞിരിക്കുന്ന കെണിയാണോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. സമൂഹത്തിൽ എങ്ങനെയെങ്കിലും മദ്യം അകത്താക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. പെട്ടെന്നൊരു ദിവസം ഇതിന് പൂട്ടിട്ടാൽ അവർ വ്യാജമദ്യത്തിലേക്കോ മാരകമായ കെമിക്കലുകളിലേക്കോ തിരിയുകയും അത് കൂട്ടമരണങ്ങൾക്ക് കാരണമാവുകയും ഒക്കെ ചെയ്യാം. അതുകൊണ്ടാണ് മദ്യത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ വീര്യം കുറഞ്ഞ മദ്യം എന്ന തന്ത്രം മണിയറയിൽ ഒരുങ്ങുന്നത്. മുൻപ് ബീവറേജസ് കോർപ്പറേഷൻ രൂപീകരിച്ച കാലത്ത് പോലും ലക്ഷ്യം വെച്ചത് മറ്റൊന്നുമല്ല, കുടിക്കുന്നവർക്ക് നല്ല സാധനം കൊടുക്കുക എന്നു മാത്രമായിരുന്നു. എന്നാൽ മുരളീധരനെ പോലൊരു നേതാവിന് മുന്നിൽ ഈ വിഷയത്തിൽ ഒളിച്ചുകളികളില്ല. VM സുധീരനെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇതിനെതിരെ പരസ്യമായി വാളോങ്ങുമ്പോൾ അതൊന്നും തെരുവിൽ ചർച്ച ചെയ്യേണ്ടതല്ലെന്നും പാർട്ടിക്കകത്ത് തീർക്കേണ്ടതാണ് എന്നുമാണ് മുരളീധരൻ്റെ പക്ഷം. UDFന് എപ്പോഴും ഒരു തുറന്ന സമീപനമുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകൾ പൂട്ടിച്ച് ഘട്ടം ഘട്ടമായി മദ്യലഭ്യത കുറച്ചുകൊണ്ടുവരാൻ വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിരുന്നു. ആ പദ്ധതികളെ അട്ടിമറിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് മദ്യശാലകൾക്ക് വ്യാപകമായി അനുമതി നൽകിയതിൻ്റെ ദുരന്തമാണ് ഇന്ന് ഈ കേരളം അനുഭവിക്കുന്നത് എന്ന കടുത്ത വിമർശനമാണ് ഉയരുന്നത്. പക്ഷേ ഈ ലൈറ്റ് മദ്യം എന്ന പ്രയോഗത്തിന് പിന്നിൽ മറ്റൊരു ഭീകരമായ വശമുണ്ടെന്ന് മുൻ എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഇത് നമ്മുടെ വിദ്യാർത്ഥികളെയും യുവതലമുറയെയും മദ്യത്തിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താനുള്ള ഒരു ചവിട്ടുപടിയായി മാറുമോ എന്നൊരാശങ്ക ചെറുതല്ല. ഈ ഒരു ഘട്ടത്തിലാണ് ശാസ്ത്രീയമായ സമീപനത്തിൻ്റെ പ്രസക്തി മുരളീധരൻ ഓർമ്മിപ്പിക്കുന്നത്. വിഷം ശരീരത്തിൽ ചെന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ശാസ്ത്രീയമായി മരുന്ന് തയ്യാറാക്കുന്നത് പോലെ സമൂഹത്തിലെ ഈ വലിയ വിപത്തിനെ വെറും വൈകാരിക പ്രകടനങ്ങൾ കൊണ്ട് നേരിടാൻ കഴിയില്ല. പ്രായോഗികമായ വശങ്ങൾ വെച്ച് വേണം ഇതിനെ പൂട്ടാൻ. കെ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ നിലപാടുകൾ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റായി മാറുമെന്നതിൽ സംശയമില്ല. വീര്യം കുറഞ്ഞ മദ്യം എന്തിനാ കൊടുക്കുന്നതിനാ? അല്ലാതെ ഈ സ്ഥിരം കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, എന്തായാലും കുടിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി കുടിച്ച് എന്താ പറയേണ്ടത് ദുരന്തം ഉണ്ടാകും. അതൊക്കെ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ചർച്ച ചെയ്തിട്ട് മാത്രമേ നടപ്പാക്കൂ എന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സമ്പൂർണ്ണ മദ്യനിരോധനം നടത്തണമെങ്കിൽ അതിനുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടണം. അതിന് സർക്കാർ ശ്രമിക്കും. ഈ ഫിനാൻസ് ബില്ലിൽ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് പാടില്ലെന്നാണ് സുധീരനടക്കമുള്ളവർ പറയുന്നത്. അല്ല, അതൊക്കെ പാർട്ടിയും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതങ്ങനെ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല. ഒരു യാഥാർത്ഥ്യമുണ്ട്, ഒരു സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ മയക്കുമരുന്ന് അതുപോലെയല്ല. മയക്കുമരുന്ന് ഒരിക്കൽ അതിൻ്റെ അകത്ത് പെട്ടുപോയാൽ പിന്നെ മോചനമില്ല. ഇപ്പോഴത്തെ യങ് ജനറേഷനെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ആയിട്ട് തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മദ്യത്തിൻ്റെ കാര്യത്തിൽ അതിപ്പോഴും ഉപയോഗിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അങ്ങനെയുള്ളവരെ മാനസാന്തരപ്പെടുത്തി കൊണ്ടുവരണം. അതിനാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബാറുകളുടെ എണ്ണം കുറച്ച് വന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇഷ്ടം പോലെ കൊടുത്തതിൻ്റെ ദുരന്തമാണ് ഇന്ന് സംസ്ഥാനം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം എന്തിനാ കൊടുക്കുന്നതിനാ? അല്ലാതെ ഈ സ്ഥിരം കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, എന്തായാലും കുടിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കി കുടിച്ച് എന്താ പറയേണ്ടത് ദുരന്തം ഉണ്ടാക്കും. അപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് മുമ്പ് സർക്കാർ ഈ ബീവറേജസ് കോർപ്പറേഷൻ കൊണ്ടുവന്നു. ഒരിക്കലും മദ്യം ഉപയോഗിക്കാത്ത ആളായിരുന്നു കരുണാകരൻ. അദ്ദേഹമാണ് ഈ ബീവറേജസ് കോർപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊണ്ടുവന്നത്. എന്താ കാരണം? അന്ന് ഈ കുടിയന്മാരെന്തായാലും സമൂഹത്തിൽ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കുക, അതായിരുന്നു ഉദ്ദേശം. ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ഒരു അർത്ഥം അത് തന്നെയാണ്. പക്ഷേ ഇത് അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനാണ് ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ച ഒരു പ്രോജക്റ്റ് ഘട്ടം ഘട്ടമായി ഇത് ഇല്ലാതാക്കുക. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ഋഷാദ് സിംഗ് ഒരു റിപ്പോർട്ട് കൊടുത്തു എക്സൈസ് കമ്മീഷൻ അയക്കുമ്പോൾ ഇത് വിദ്യാർത്ഥികൾക്ക് മദ്യത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഒരിക്കലും അത് അനുവദിക്കില്ല. വിദ്യാർത്ഥികൾക്ക് മദ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം.
അത് ലംഘിക്കുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാവും. അല്ല, അതൊന്നും കുഴപ്പമില്ല. ഞങ്ങളുടെ പാർട്ടിയൊക്കെ ഒരു തുറന്ന സമീപനാണ്. അന്ന് പറയുമ്പോൾ അദ്ദേഹമായിട്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഏറ്റവും കുറച്ച് കൊണ്ടുവന്ന സമയമായിരുന്നു. ബാറുകൾ പൂട്ടിയിട്ട് ബിയർ വൈൻ ബാറുകൾ തുറക്കുകയും പിന്നീട് ബിയറും വൈനും ഒക്കെ മിക്സ് ചെയ്ത് ആളുകൾ അടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു കോവിഡ് സമയത്തൊക്കെ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ആദ്യം വീര്യം കുറച്ച് ഇല്ലാതാക്കണം. അതാണ് ഇപ്പോൾ ഈ മറ്റേ വിഷം തീണ്ടുമ്പോൾ അതിൻ്റെ മരുന്നിലും വിഷം ചേർന്നിട്ടുള്ള മരുന്നല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അതിന് ചില ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ നമ്മൾ വെറുതെ വികാരം കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല.